Hi coders, welcome to Techflix AI YouTube channel. So, നമ്മൾ ഇന്നൊരു ബോണസ് സെക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ ബിൽഡ് ചെയ്ത റിയാക്ടിന്റെ പ്രൊജക്റ്റ് എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഗിറ്റ്ഹബ് ഉപയോഗിച്ചിട്ട് ഹോസ്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ഇതിന് മുന്നേ നിങ്ങൾ ഗിറ്റ്ഹബ് പഠിച്ചിരിക്കണം. സോ അതിന്റെ ഒരു ട്യൂട്ടോറിയൽ ഞങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗിറ്റ്ഹബ് ഇൻ 3 days എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ജസ്റ്റ് അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ജസ്റ്റ് അത് പഠിച്ചതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. ഓക്കെ, സോ സാധാരണ നമ്മൾ റിയാക്ട് ആപ്ലിക്കേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യുമല്ലോ നമ്മുടെ ലാപ്ടോപ്പിൽ. സോ അന്നേരം ബിൽഡ് ചെയ്ത് നമ്മൾ റൺ ചെയ്യുമ്പോൾ അത് ലോക്കൽ ഹോസ്റ്റ് 3000 എന്നുള്ള ലോക്കൽ സെർവറിലാണ് റൺ ആവുക. സോ ഈ ഒരു ലോക്കൽ ഹോസ്റ്റ് 3000 എന്നുള്ള ഈ ഒരു ലിങ്ക് നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വേറെ ആരെങ്കിലും ലാപ്ടോപ്പിൽ കൊണ്ടുപോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ വെബ്സൈറ്റ് കിട്ടില്ല. സോ ഒരു ഇന്റർനെറ്റിൽ നമുക്ക് ഒരു വെബ്സൈറ്റ് നമ്മുടെ പ്രൊജക്റ്റ് ആക്സസിബിൾ ആണെങ്കിൽ സോ അതിന് യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു രീതിയാണ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. സോ നിങ്ങൾ ഈ ഹോസ്റ്റിംഗ് ചെയ്യുന്നതിന് മുന്നേ എന്തിനാണ് ഈ ഹോസ്റ്റിംഗ് ചെയ്യുന്നത്, സോ എന്താണ് ഈ ഹോസ്റ്റിംഗ് എന്നുള്ള ഒരു ചെറിയൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ എനിക്കിപ്പോൾ ഒരു ടെക്വിക് ഷോപ്പ് ഉണ്ട്. ഐ മീൻ ഞാനൊരു ഇലക്ട്രോണിക് ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജസ്റ്റ് വെറുതെ പറയുന്നതാണ് കേട്ടോ, തുടങ്ങുന്നൊന്നുമില്ല, എക്സാമ്പിളിന് വേണ്ടി പറയുന്നതാണ്. സോ ടെക്നിക് ഷോപ്പ് ഞാൻ തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട്. സോ ആ ഒരു നോർമലി ഞാനൊരു ഷോപ്പ് തുടങ്ങുമ്പോൾ എനിക്ക് എന്താണ് ആവശ്യമുള്ളത്, സോ ഷോപ്പിലെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു റൂം വേണം. ഓക്കെ, ഫിസിക്കൽ ആയിട്ടുള്ള ഒരു റൂം വേണം. സോ അതിന്റെ കൂടെ തന്നെ അതിനൊരു അഡ്രസ്സ് വേണം. അഡ്രസ് മീൻസ് അതിനൊരു പേര് വേണം. ഈ രണ്ട് കാര്യങ്ങൾ ഞാനൊരു ഷോപ്പ് തുടങ്ങുമ്പോൾ എനിക്ക് ആവശ്യമുണ്ട്. ഓക്കെ, സോ അത് നമ്മുടെ റിയാക്ട് പ്രൊജക്റ്റിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ കമ്പയർ ചെയ്ത് പറയുമ്പോൾ നമ്മളെ കയ്യിൽ ഒരു റിയാക്ട് പ്രൊജക്റ്റ് ഉണ്ട്. ഇത് നമ്മൾ ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ അത് ഹോസ്റ്റ് ചെയ്യണം. ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആണ് നമ്മളിപ്പോൾ ഗിറ്റ്ഹബ് യൂസ് ചെയ്തിട്ട് ഹോസ്റ്റ് ചെയ്തത്. സോ ഇതിനെ നമ്മൾ സർവർ ഹോസ്റ്റ് ചെയ്യാൻ ഒരു സർവർ ആണ് വേണ്ടത്. സോ ഇവിടെ ഇപ്പോൾ ഈ ഒരു ഷോപ്പ് ഹോസ്റ്റ് ചെയ്യാൻ ഷോപ്പിന് വേണ്ടിയിട്ട് ഒരു ഫിസിക്കൽ റൂം വേണം. സോ അതുപോലെ തന്നെ നമ്മുടെ റിയാക്ട് പ്രൊജക്റ്റിന് വേണ്ടി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഗിറ്റ്ഹബ് എന്നുള്ള ഒരു സർവറാണ്, ഹോസ്റ്റിംഗ് പ്രൊവൈഡർ. ഓക്കെ, സോ ഇങ്ങനെ ഒരുപാട് ഹോസ്റ്റിംഗ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. പലതും പലതും ഫ്രീ ആയിട്ടുള്ളതുണ്ട്, പലതും നമുക്ക് പൈസ കൊടുത്തിട്ടുള്ളതും ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യുന്നത് ഫ്രീ ആയിട്ട് ഗിറ്റ്ഹബ് യൂസ് ചെയ്തിട്ടാണ്. സോ ഇത് യൂസ് ചെയ്യുമ്പോൾ ഡൊമൈൻ നെയിം എന്ന് വെച്ചാൽ, സോ അതിന്റെ ഈ ഒരു ഷോപ്പിന്റെ പേര് നമുക്ക് ഗിറ്റ്ഹബ് തരുന്ന ഗിറ്റ്ഹബിന്റെ ഒരു ഡൊമൈൻ നെയിമാണ് തരുക. നമ്മളിപ്പോൾ ഗിറ്റ്ഹബിൽ ഹോസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് ഫ്രീ ആയിട്ടാണല്ലോ. സോ നിങ്ങൾക്ക് നിങ്ങളെ കസ്റ്റം ഡൊമൈൻ വേണമെങ്കിൽ, അതായത് കസ്റ്റം ഡൊമൈൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് നിങ്ങളെ ഇഷ്ടമുള്ള പേര് വേണമെങ്കിൽ, ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്ക് എന്ന് എടുക്കാം, www.facebook.com. ഇതിൽ ഫേസ്ബുക്ക് എന്നുള്ള ഒരു കീവേഡ് ഇല്ലേ, സോ അത് ആ ഒരു ഡൊമൈൻസ് ഒക്കെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊജക്റ്റിന് വേണ്ടി നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഡൊമൈൻ യൂസ് ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. സോ ഗിറ്റ്ഹബ് ഫ്രീ ആയിട്ട് തരുമ്പോൾ ഗിറ്റ്ഹബിന്റെ ഡൊമൈൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. ഐഡിയ കിട്ടിയില്ല, ജസ്റ്റ് ഒന്നും കൂടി റീവാച്ച് ചെയ്യുക. സിമ്പിൾ ടോപ്പിക് ആണ്. ഓക്കെ, സോ ഇത് ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി നമുക്ക് നമ്മുടെ എങ്ങനെ ഗിറ്റ്ഹബിൽ നമുക്ക് നമ്മുടെ റിയാക്ട് പ്രൊജക്റ്റ് ഹോസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ അതിനു വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെയോ നിങ്ങൾക്ക് എവിടെയുള്ളോ ഏതെങ്കിലും ഒരു റിയാക്ട് പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. ഡിസ്കോൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് വെക്കുക. റൺ ചെയ്ത് വെക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വിത്തൗട്ട് ഫർദർ നമുക്ക് ഹോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ നമ്മുടെ ഒരു പ്രൊജക്റ്റ് നമ്മുടെ ഗിറ്റ്ഹബിൽ ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്താൽ നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ റിക്രൂട്ടേഴ്സിന് മുന്നിൽ നിങ്ങൾ പ്രൊജക്ട്സ് നിങ്ങളുടെ സിവിയിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടാവും. സോ അതിന്റെ കൂടാതെ നിങ്ങളുടെ ചെയ്ത പ്രൊജക്റ്റിന്റെ ലൈവ് ഡെമോ അത് ഫ്രീ ആയിട്ട് നിങ്ങൾ ഈ ഗിറ്റ്ഹബ് വഴി ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സോ റിക്രൂട്ടേഴ്സിന് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് നോക്കാൻ പറ്റുമെങ്കിൽ, സോ അവർക്ക് നിങ്ങളെ വിലയിരുത്താൻ പറ്റും. ഇവന് ഇതൊക്കെ അറിയാം, ഹോസ്റ്റിംഗ് ഒക്കെ അറിയാം, സോ ഇവന് അത്യാവശ്യം വിവരമുള്ള ആൾക്കാരാണെന്നുള്ള വിലയിരുത്തുകയും പ്ലസ് നിങ്ങൾക്ക് കൂടുതലായുള്ള ചാൻസസ് കിട്ടുകയും ചെയ്യും, ജോബിന്റെ കാര്യങ്ങൾ പോകുമ്പോൾ. സോ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് ജോബ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, സോ നിങ്ങൾക്ക് ക്ലയൻസിന് നിങ്ങൾ ഓൾറെഡി ചെയ്ത് വെച്ച പ്രൊജക്ട്സ് കാണിച്ചിട്ട് നിങ്ങൾക്ക് ക്ലയൻസിന്റെ അടുത്ത് നിന്ന് കുറച്ച് ട്രസ്റ്റും കിട്ടാനും പ്ലസ് കൂടുതലായിട്ടുള്ള പ്രൊജക്ട് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മൾ ഇനീഷ്യലി ഇപ്പോൾ തുറന്നു വെച്ചിട്ടുള്ളത് ഒരു എഡ്യൂടെക് വെബ്സൈറ്റ് ആണ്. നമ്മൾ റിയാക്ടിന്റെ ലേൺ റിയാക്ട് ഇൻ 15 days എന്നുള്ള സീരീസ് എടുത്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഞാനിപ്പോൾ തുറന്നു വെച്ചിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ npm സ്റ്റാർട്ട് അടിച്ച് ഇവിടെ റൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ്. ഇതിപ്പോൾ ലോക്കൽ ഹോസ്റ്റിലാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, സോ ലോക്കൽ ഹോസ്റ്റ് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ സിസ്റ്റത്തിൽ മാത്രം റൺ ചെയ്താൽ മാത്രമേ കാണൂ. ഇത് നിങ്ങളുടെ വേറെ ചങ്ങായിന്റെ സിസ്റ്റത്തിൽ പോയി ലോക്കൽ ഹോസ്റ്റ് 3000 അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് കാണാൻ പറ്റില്ല. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഓക്കെ, സോ
അങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലാക്കാനാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഹോസ്റ്റിംഗ് വഴി. സോ അതിന് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഗിറ്റ്ഹബ് എന്നുള്ള ഈ ഒരു ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം. സോ നമ്മൾ ഇനീഷ്യലി നമ്മുടെ പ്രൊജക്റ്റ് ഇപ്പോൾ npm ചാടിച്ച് റൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കാണാൻ വേണ്ടി ഞാൻ റൺ ചെയ്തത്. നിങ്ങൾ റൺ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ബാക്കിയുള്ള കോഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് ഇതേപോലത്തെ ഈ ഒരു വെബ്സൈറ്റ് ഞാൻ എങ്ങനെ ഹോസ്റ്റ് ചെയ്ത് കാണിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ അതിനായി നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഗിറ്റബ് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ഗിറ്റബ് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുക, നമ്മുടെ ഗിറ്റബ് അക്കൗണ്ടിലേക്ക് വരിക. ഓക്കെ, ഗിറ്റബ് അക്കൗണ്ടിലേക്ക് ഓൺ ആക്കി വെക്കണം. സോ അതിലേക്ക് വന്ന് ജസ്റ്റ് എൻ്റെ റെപ്പോസിറ്ററിയിലേക്ക് പോവുക. സോ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ടി ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാം. സോ അതിന്റെ പേര് നമുക്ക് edutech react edutech react വെബ് ഓക്കെ, edutech react വെബ്സൈറ്റിന് പേര് കൊടുത്തു. പബ്ലിക്കിൽ മാത്രമേ ഈ ഒരു ഫീച്ചർ അവൈലബിൾ ഉള്ളൂ. ഏത് ഫീച്ചർ? ഈ ഒരു ഫ്രീ ആയിട്ട് ഗിറ്റബ് ഹോസ്റ്റ് ചെയ്യുന്ന ഫീച്ചർ അവൈലബിൾ ഉള്ളൂ. സോ ജസ്റ്റ് പബ്ലിക്കിൽ കൊടുത്തു, ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുത്തു. സോ നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ടി നമുക്കൊരു റെപ്പോസിറ്ററി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ കണക്ട് ചെയ്യണം. സോ അതിന് വേണ്ടി ജസ്റ്റ് ന്യൂ ടെർമിനൽ വരിക, ജസ്റ്റ് ഗിറ്റ് ഇനീറ്റ് എന്നുള്ള ടൈപ്പ് ചെയ്യുക, ഇനീഷ്യലൈസ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഡാണ്. ഈ ഒരു ഗിറ്റബും നമ്മുടെ ലോക്കലിലുള്ള ഈ ഒരു കോഡും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു കോഡ് കോപ്പി ചെയ്ത് ഇവിടെ എൻ്റർ ചെയ്യുക. സോ അത് നമ്മുടെ ഗിറ്റബും നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ കണക്ട് ആക്കിയിട്ടുണ്ടാവും. സോ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇനീഷ്യലി ഇപ്പോൾ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തു. സോ ഇനി നമ്മൾ റിയാക്ടിന്റെ പ്രൊജക്റ്റ് പോയിട്ട് ടെർമിനലിൽ പോയിട്ട് ഗിറ്റബിന്റെ തന്നെ ഇൻബിൽഡ് ആയുള്ള ഒരു ഫീച്ചർ ഉണ്ട്, ഗിറ്റബ് പേജസ് എന്നുള്ള ഒരു ഫീച്ചർ ഉണ്ട്. സോ അത് ഇൻസ്റ്റാൾ ചെയ്യണം. സോ അതിനായിട്ട് ജസ്റ്റ് ഞാനിത് കോപ്പി ചെയ്യുന്നു, ജസ്റ്റ് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് വരുന്നു, ജസ്റ്റ് പേസ്റ്റ് ചെയ്യുന്നു, ജസ്റ്റ് സേവ് ഇൻസ്റ്റാൾ അടിക്കുന്നു. ഓക്കെ, സോ ഈ ഒരു പാക്കേജ് npm പാക്കേജ് ആണ് ഇത്. ഗിറ്റബ് പേജസ് എന്നുള്ള പേര്, ഈ ഒരു പാക്കേജിന്റെ പേര്. ഇത് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഗിറ്റബിന്റെ എന്താണ് ഫ്രീ ആയിട്ട് ഹോസ്റ്റിംഗ് ചെയ്യാൻ പറ്റൂ. സോ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രൊജക്റ്റിൽ പോയിട്ട് package.js എന്നുള്ള ഫയലിലേക്ക് പോവുക. സോ അവിടെ നിങ്ങൾ ഈ ഒരു ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾ നോക്കി ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് അവിടെ അടിക്കണം. ഈ മെറ്റീരിയൽ ആവശ്യമുള്ള ജസ്റ്റ് ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്ത് ചോദിച്ചാൽ മതി. മടിയുള്ളവർക്കായിട്ട് മെറ്റീരിയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചോദിച്ചാൽ തരുന്നതാണ്. ഓക്കെ, സോ ഓക്കെ, നമ്മുടെ package.js പോകണം. ജസ്റ്റ് ഇത് കോപ്പി ചെയ്തു, ഇതേപോലെ തന്നെ അടിക്കുക. ഓക്കെ, ജസ്റ്റ് കോപ്പി ചെയ്ത് നമ്മുടെ package.js എടുക്കണം. ലോക്ക് അല്ല, ജസ്റ്റ് json ആണ്. ജസ്റ്റ് ഇതിട്ട് താഴോട്ടാക്കാം. ജസ്റ്റ് മുകളിലോട്ട് വരിക. ഈ ഒരു നെയിമിന്റെ താഴെ അത് ഇടുക. ജസ്റ്റ് ഒരു കോമ ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ എല്ലാം കോമ സെപ്പറേറ്റഡ് ആണ്, ഒബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് കോമ ഇട്ട് കൊടുക്കണം. സോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകേണ്ടത്, നിങ്ങൾ ഈ ഒരു യൂസർ നെയിമിന്റെ എടുക്കുക, നിങ്ങൾ ഗിറ്റബിന്റെ യൂസർ നെയിം കൊടുക്കുക. സോ എൻ്റെ ഇപ്പോൾ ഗിറ്റബിന്റെ യൂസർ നെയിം വിഷ്ണു മോൻപി എന്നുള്ള യൂസർ നെയിമാണ്. ജസ്റ്റ് ഞാനത് നിങ്ങളെ എന്താണോ യൂസർ നെയിം അത് കൊടുക്കുക. എൻ്റെ യൂസർ നെയിം കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, സോ ഇനി നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളെ റെപ്പോസിറ്ററി നെയിം, നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ റെപ്പോസിറ്ററി നെയിം ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ജസ്റ്റ് അതിനായിട്ട് നമ്മുടെ റെപ്പോസിറ്ററിയിൽ വരിക. സോ ഇവിടെ ഉണ്ടാവും റെപ്പോസിറ്ററി നെയിം. ഓക്കെ, അവിടെ ഇല്ലാത്തവർക്ക് ഇവിടെ ഉണ്ടാവും, അവിടെ ഇല്ലാത്തവർക്ക് ഇവിടെ ഉണ്ടാവും. സോ എവിടെന്നെങ്കിലും ഈ ഒരു പേര് അല്ലെ നോക്കിയിട്ടെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ ഇതൊക്കെ എടുത്തു കളഞ്ഞ് ഡയറക്റ്റ് ഇവിടെ കൊടുക്കുക. ഓക്കെ, സോ ഹോം പേജ് ഇങ്ങനെ ആക്കി സെറ്റ് ആക്കി കൊടുക്കുക. സോ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഈ സ്ക്രിപ്റ്റിന്റെ ഭാഗത്തേക്ക് വരും. സോ എന്നിട്ട് ഈ ഒരു 2 കോഡ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഈ 2 കോഡ് ജസ്റ്റ് ഞാൻ പോസ് ചെയ്ത് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത ശേഷം ടൈപ്പ് ചെയ്യാം. പക്ഷെ അതിന് ശേഷം ഈ ഒരു കോമയൊക്കെ ബേക്ക് ഇട്ടിടുക. ഇപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും. ഓക്കെ, ഏതൊക്കെയാണ് വേണ്ടത്? ഈ ഒരു പ്രീ ഡിപ്ലോയ് എന്നുള്ളതും ഈ ഒരു ഡിപ്ലോയ് എന്നുള്ളതും കറക്റ്റ് ഇതേപോലെ തന്നെ ഈ ഒരു സ്ക്രിപ്റ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, പ്രീ ഡിപ്ലോയ് എന്നുള്ളത് npm റൺ ബിൽഡ് എന്നും, ഡിപ്ലോയ് എന്നുള്ളത് -pages സ്പേസ് -d ബിൽഡ് എന്നുള്ളതും ടൈപ്പ് ചെയ്ത് വെക്കുക. ജസ്റ്റ് എന്നിട്ട് കൺട്രോൾ അടിച്ച് സേവ് ചെയ്യാൻ മറക്കരുത്. കൺട്രോൾ അടിച്ച് സേവ് ചെയ്യാം. സോ ഇത്രയും സ്റ്റെപ്പ് ആയി കഴിഞ്ഞു. ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞ് package.jsonലുള്ള ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് നമ്മൾ കഴിഞ്ഞു. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ മോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റിൽ നമ്മൾ റൂട്ടർ യൂസ് ചെയ്യുന്നുണ്ടാവും. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പേജസ് ഒക്കെ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. റൂട്ടർ ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട. പക്ഷെ റൂട്ടർ ചെയ്തവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും ചെയ്യണം. ഏഡ് റെപ്പോ നെയിം, അതായത് ഈ ഒരു പാത്ത് എക്സ്ട്രാ റെപ്പോ നെയിം എന്നുള്ള ഒരു റൂട്ടർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഹോം എന്നുള്ള കോമ്പൗണ്ട് ഏതാണോ കോമ്പൗണ്ട്
അതായത് ഇനീഷ്യൽ ലോഡ് ചെയ്യുന്ന, അതായത് ഈ ഒരു സ്ക്രീനിൽ ലോഡ് ചെയ്യുന്ന ഏതാണോ കോമ്പണന്റ്, ആ ഒരു കോമ്പണന്റ് നിങ്ങൾ റെപ്പോ നെയിമിന്റെ റൂട്ടറിൽ കൊടുക്കുക. ജസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങളുടെ റൂട്ട്സ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആ പേജിലേക്ക് വരിക. എന്നിട്ട് ഇപ്പോൾ സ്ലാഷ് റൂട്ട് ഈ ഒരു പാത്താണ് കൊടുത്തത്. ഇതേപോലെ തന്നെ ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സ്ലാഷ് കഴിഞ്ഞിട്ട് നമ്മുടെ റെപ്പോസിറ്ററി നെയിം കൊടുക്കുക. ജസ്റ്റ് നമ്മളിവിടെ നേരത്തെ കോപ്പി ചെയ്തതിന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. റെപ്പോസിറ്ററി നെയിം ഒന്നും മാറാൻ പാടില്ല, കറക്റ്റ് അത് തന്നെ കൊടുക്കണം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ. ജസ്റ്റ് ഇത് കൊടുക്കണം. ഓക്കെ, കൺട്രോൾ എസ് അടിക്കുക. ഓക്കെ, സോ ഇതും കൂടി ആഡ് ചെയ്യണം നിങ്ങൾ എപ്പോഴും ഗിറ്റബിൾ ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹോം പേജിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഫസ്റ്റ് ലോഡ് ചെയ്യുന്നത് സ്ലാഷ് എഡ്യൂടെക് റിയാക്ട് വെബ് എന്നുള്ള റൂട്ട് ആയിരിക്കും. സോ ആ റൂട്ട് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൽ ഇല്ലെങ്കിൽ സാധനം പൊട്ടാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആ റെപ്പോസിറ്ററി നെയിമിൽ നമ്മൾ ഈ ഒരു നമ്മുടെ എല്ലാ സമയത്തും, അതായത് ഇനീഷ്യൽ ലോഡ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഈ ഒരു റൂട്ടർ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ലോക്കലി റൺ ചെയ്യുമ്പോൾ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഗിറ്റബിൾ ഹോസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇതിന്റെ ആവശ്യമുള്ളൂ. ഓക്കെ, ജസ്റ്റ് അതും കഴിഞ്ഞ് സേവ് അടിക്കുക. ഓക്കെ, സോ അതും കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് പുഷ് യുവർ കോഡ് ടു ഗിറ്റബ്. സോ ഗിറ്റബിലേക്ക് നമുക്ക് കോഡ് പുഷ് ചെയ്യാം. സോ അതിനായിട്ട് ജസ്റ്റ് ഗിറ്റ് ആഡ് സ്പേസ് ഡോട്ട് ഗിറ്റ് കമ്മിറ്റ് സ്ലാഷ് എം ഇനീഷ്യൽ കമ്മിറ്റ്. ഓക്കെ, കമ്മിറ്റും ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പുഷ് ആണ്. ഓക്കെ, ഗിറ്റ് പുഷ് യു ഒറിജിൻ മാസ്റ്റർ. ഓക്കെ, ജസ്റ്റ് ഒരു പുതിയൊരു ബ്രാഞ്ചിലേക്ക് നമ്മൾ പുഷ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എൻ്റെ കോഡ് നമ്മൾ ഗിറ്റബിലേക്ക് പുഷ് ചെയ്യണം, എന്നാലും മാത്രമേ നമ്മുടെ ഗിറ്റബ് പേജിൽ നമുക്കത് ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. സോ ഇത് പുഷ് ആവുന്നുണ്ട്. ഓക്കെ, അത് പുഷ് ആയിക്കോട്ടെ. ജസ്റ്റ് ഞാനൊരു ഓവർവ്യൂ തരാം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എസെൻഷ്യൽ ആയുള്ള സ്റ്റെപ്പാണ്. ഇതിന്റെ ഒരു ബിൽഡ് എടുക്കുക. അതിന് പറയുന്ന ഒരു കമാൻഡ് npm run ഡിപ്ലോയ് എന്നുള്ള ഒരു കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അറ്റ്മോസ്റ്റ് നിങ്ങളുടെ പ്രൊജക്ട് ലെവലിലുള്ള എല്ലാ സാധനം കഴിഞ്ഞു. പിന്നെ ലിങ്ക് എവിടെ പോയി എടുക്കുക എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇതൊന്ന് കഴിയട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു കോഡും കൂടി അടിച്ചതിന് ശേഷം മാത്രമേ ആ ഒരു ലിങ്ക് നമ്മുടെ ഗിറ്റബിൽ ജനറേറ്റ് ആയി കിട്ടും. ഓക്കെ, സോ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഓവർവ്യൂ ഒന്നും കൂടി തരാം, ജസ്റ്റ് ഇൻസ്റ്റാൾ ആകുന്നവരെ. ജസ്റ്റ് നമ്മൾ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ടി റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തു ഗിറ്റബിൽ പോയിട്ട്. അതിനുശേഷം നമ്മുടെ പ്രൊജക്റ്റിന്റെ ടെർമിനലിൽ ഈ ഒരു കോഡ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗിറ്റബ് പേജസ് എന്നുള്ള ഫീച്ചറാണ് യൂസ് ചെയ്യുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോഡ് മൊഡ്യൂൾസ് ആണ്, npm പാക്കേജ് ആണ്. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ ആ പ്രൊജക്റ്റിലേക്ക് package.json എന്നുള്ള ഈ ഒരു ഫയലിൽ പോയിട്ട് ഈ ഒരു കോഡ് പേസ്റ്റ് ചെയ്തു. സോ അതിൻ്റെ ഇടയ്ക്ക് യൂസർ നെയിമിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ യൂസർ നെയിം കൊടുത്തു ഗിറ്റബിലെ. പിന്നെ റെപ്പോസിറ്ററി നെയിം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത റെപ്പോസിറ്ററി നെയിം കൊടുത്തു. പിന്നെ സ്ക്രിപ്റ്റിനകത്ത് നമ്മൾ ഈ ഒരു 2 കോഡ് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ റൂട്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. റെപ്പോസിറ്ററി നെയിമിൽ നമ്മൾ ഒരു റൂട്ടറും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുത്തു. റൂട്ടർ ചെയ്യുന്നില്ല നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ കോഡ് ഗിറ്റബിലേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കലാണ്. സോ അത് പുഷ് ആയിട്ടുണ്ട്. അതിനടുത്ത് ചെയ്യാൻ പോകുന്ന npm run deploy എന്നുള്ള കോഡാണ്. npm run ഡിപ്ലോയ് എന്നുള്ള കോഡാണ്. സോ ഇതേപോലെ ടൈപ്പ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ ഡിപ്ലോയ് ആവുന്നതായിരിക്കും. അതായത് നമ്മുടെ ഗിറ്റബിലേക്ക് ഈ ഒരു ഫയൽസ് ഒക്കെ ഡിപ്ലോയ് ആവുന്നതായിരിക്കും. ഓക്കെ, സോ ഈ ഒരു കോഡും കൂടി റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻ്റർ ആയിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ് ഒരു ബിൽഡ് എന്നുള്ള ഒരു ഫോൾഡറിലേക്ക് അസൈൻ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ബിൽഡ് എന്നുള്ള ഫോൾഡർ ആയിരിക്കും നമ്മുടെ ഗിറ്റബിലേക്ക് പോകുന്നത്. സോ ഈ ഒരു ഇത്രയും സാധനങ്ങളൊന്നും പോവില്ല. ജസ്റ്റ് അതിനൊരു സിപ്പ് ഫയൽ ആക്കിയിട്ട് എന്നാ പറയാ. സിപ്പ് ഫയൽ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു സാധനങ്ങളായിരിക്കും നമ്മുടെ ഗിറ്റബിലേക്ക് പോകുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ എന്താണ് ഈ പ്രൊജക്ട് ലെവലിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ബിൽഡ് ഫോൾഡറിലേക്ക് എല്ലാം കംപ്രസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് ടൈം എടുക്കും, വെയിറ്റ് ചെയ്യാം. സോ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മെറ്റീരിയൽ ചോദിച്ചാൽ മതി, നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, സോ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. എല്ലാ തവണയും നിങ്ങൾ ഗിറ്റബിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ വന്ന് വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ സ്റ്റെപ്സ് ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, സിമ്പിൾ സ്റ്റെപ്സ് ആണ്. ഓക്കെ, പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗിറ്റബിൽ ഹോസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ. കാരണം ഒരു നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റിന്റെ ലിങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ടും നിങ്ങൾക്ക് ജോബ് ഒരുപാട് കിട്ടും. ഐ മീൻ ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് ഫ്രീലാൻസ് ഉള്ളത്. അപ്വർക്ക് അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് നമുക്കിത് ഇത്
ഡിപ്ലോയ് ആയതുകൊണ്ടിരിക്കലാണ്. ഓക്കെ ഗൈസ്, ഇതിന് ഡിപ്ലോയ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. സോ ഫൈനലി ഇത് നമ്മുടെ ഡിപ്ലോയ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് കുറച്ച് ടൈം എടുക്കും, നിങ്ങൾ പാനിക്കേണ്ട ആവശ്യമില്ല. ഇത് ടൈം എടുത്തിട്ടാകുമ്പോൾ ലാസ്റ്റ് ഇവിടെ പബ്ലിഷ് എന്ന് കാണും. സോ ഇത് പബ്ലിഷ് ആയതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഗിറ്റബിലേക്ക് വരിക. ജസ്റ്റ് നമ്മുടെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഡൊക്കെ ഇവിടെ പുഷ് ആയത് കാണാം. ഓക്കെ, ജസ്റ്റ് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇവിടെ സെറ്റിംഗ്സ് എന്നുള്ളത് ഉണ്ടാവും. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഹൗസ് ചെയ്ത ആ ഒരു ലിങ്കാണ്. ആ ലിങ്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് ജസ്റ്റ് സെറ്റിംഗ്സിലേക്ക് വന്നു, ജസ്റ്റ് സ്ക്രോൾ ചെയ്യുക, ജസ്റ്റ് പേജസിലേക്ക് വരിക. സോ ജസ്റ്റ് ഇവിടെ കാണാം നിങ്ങളുടെ സൈറ്റ് ലൈവ് യുവർ സൈറ്റ് ലൈവ് ആയിട്ട് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ എൻറ്റയർ വെബ്സൈറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സിവിയിലോ മറ്റേ ക്ലയൻസിനോ ഒക്കെ അയച്ചു കൊടുക്കാൻ ഉപകാരപ്പെടും. ജസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗിറ്റബിന്റെ ഡൊമൈൻ നെയിമിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഗിറ്റബിന്റെ ഫ്രീ ആയിട്ട് ചെയ്തുകൊണ്ട് ഗിറ്റബിന്റെ ഡൊമൈൻ നെയിം ആണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള മീൻസ് ഇപ്പോൾ നിങ്ങളൊരു ടെക്ഫ്ലിക്സ് AI, നിങ്ങളുടെ എഡ്യൂടെക്കിന് എന്ത് പേരായിക്കോട്ടെ, അത് techflixai.com എന്നുള്ള പേര് വേണ്ടിയെങ്കിൽ നിങ്ങൾ കസ്റ്റമായിട്ട് ഡൊമൈൻ പർച്ചേസ് ചെയ്ത് വാങ്ങുക തന്നെ ചെയ്യണം. ഓക്കെ, സോ ഇത്രയായി, നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട്. എല്ലാ പേജിലേക്ക് നാവിഗേഷൻ എല്ലാം സെറ്റ് ആണ്. സോ ഈ ഒരു ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് വെബ്സൈറ്റ് ക്ലയൻസിനോ ആർക്കോ എന്തിനു വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഓക്കെ, സോ ഇതാണ്. ഇത് വരാൻ കുറച്ച് ടൈം എടുക്കും. ജസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് റിഫ്രഷ് ചെയ്തെടുത്താൽ 1-2 മിനിറ്റ് എടുക്കും. എന്നാലും മാത്രമേ ഈ ഒരു ലിങ്ക് വരും. ഓക്കെ, ജസ്റ്റ് ഇത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ജസ്റ്റ് Ctrl+C അടിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആയിരിക്കോ ജസ്റ്റ് വേറെ ബ്രൗസറിൽ ഇട്ടിട്ട് നോക്കാം, ക്രോസ് ചെക്ക് ചെയ്യാം. സാധനം വന്നിട്ടുണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റാണ്. ഓക്കെ, സോ ഇത് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ. സോ നിങ്ങൾക്ക് എന്തോ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും എവിടെയെങ്കിലോ എററോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ലിങ്ക് എന്താണ് ടെലിഗ്രാം ഗ്രൂപ്പിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ ജോയിൻ ചെയ്ത് ചോദിക്കാം. നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ പിന്നെ ഈ ഒരു കമാൻഡ്സ് വേണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി. ഓക്കെ, ഗ്രൂപ്പിൽ കയറി ചോദിച്ചാൽ മതി, തരുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സെഷൻ. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.